പകരണം. അതാണ് നല്ല പാട്ട് എന്ന് പറയുന്നത് പോലെ സിനിമ ഒരു സുഖമുള്ള സിനിമയായിരിക്കണേ, എല്ലാ സിനിമയും വിജയം വരിക്കുന്ന സിനിമയായിരിക്കണേ. ഈ രണ്ട് ചിന്ത മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുക്കും. എല്ലാം വിശ്വാസ അർപ്പണമാണ് അല്ലേ? കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ താങ്കൾ സെലക്റ്റീവ് ആകാറുണ്ടോ? ഇല്ല. അങ്ങനെ സെലക്റ്റീവ് ആകാൻ ഇവിടെ ആർക്ക് സാധിക്കുന്നു? നിങ്ങൾക്കൊന്ന് പറയാം. മൊത്തം ഒരു വർഷം ഇറങ്ങുന്ന 65 സിനിമ എടുത്ത് വിശകലനം ചെയ്തിട്ട് ഒന്ന് പറയാമോ ആരെങ്കിലും സെലക്റ്റീവ് ആണെന്ന്? യു കനോട്ട് ബി. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഇവിടെ സിനിമകൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പണിയെടുക്കണ്ട എന്ന് തീരുമാനിച്ച് വീട്ടിൽ പോയി ഇരുന്ന് 200 പേര് ഒരു മാസം പട്ടിണി കിടക്കും അല്ലേ? സിനിമകൾ സംഭവിക്കണം. പക്ഷെ ആ സിനിമകളെല്ലാം യഥാർത്ഥമായി നന്നായി സംഭവിക്കണം. അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? എവിടെയാണ് കുഴപ്പം? നല്ല കഥയില്ലായ്മയാണോ അതോ? കഥയില്ലായ്മ എന്ന് പറഞ്ഞുകൂടാ. നല്ല കഥ കണ്ടെത്തുന്നില്ല. നല്ല കഥ കിട്ടിയാൽ അതിന് ഒരു വൈവിധ്യമാർന്ന സ്ക്രീൻ പ്ലേ മുഖം നൽകാനുള്ള ബുദ്ധി മഥനമുണ്ടാവുന്നില്ല. അങ്ങ് ഇന്നര ഡേറ്റ് ഉണ്ട്, അങ്ങ് ഒരെണ്ണം ആൾക്കാർ കൈയടിക്കുന്ന എന്തൊക്കെയാ മൊമെന്റ്സ്, അതൊക്കെ മാത്രം നോക്കി പോകുന്നു. റഞ്ജി പണിക്കരുടെ ഒരു സഞ്ചാരം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പത്രം എടുത്തപ്പോൾ ഏതൊക്കെ കോണിൽ പോയി ഏതൊക്കെ മുത്തുക്കൾ എടുക്കണം, ആ ഒരു ഹണ്ടുണ്ട്. ദാറ്റ് ഹണ്ട് ഇസ് നോട്ട് ഹാപ്പനിങ്. 18 വയസ്സുള്ള പെൺകുട്ടിയോടൊപ്പവും മമ്മൂട്ടി അഭിനയിക്കും എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. എന്താണ് അങ്ങനെ ഒരു കാര്യം പറയാൻ? അത് അയാളുടെ കഴിവാണ്. അദ്ദേഹം ആ 18 വയസ്സുകാരിയോട് അഭിനയിക്കാൻ വേണ്ടി സജ്ജമായി വരുന്നുണ്ട്. അത് ആരാധിക്കേണ്ട കാര്യമാണ്. അല്ല, നമ്മൾ MGRനെയും ശിവാജി ഗണേഷിനെയും NTRനെ 58ാമത്തെ വയസ്സിൽ കോളേജ് സ്റ്റുഡൻ്റായിട്ട് ബുക്കും പിടിച്ച് രാധ എന്ന് പറഞ്ഞു പോകുന്ന MTRനെ കണ്ട് വളർന്ന ഒരു സമൂഹമാണ് നമ്മൾ. പ്രേം നസീർ എത്രാമത്തെ വയസ്സിലാണ്, എത്ര വയസ്സുള്ള അംബികയുടെ കൂടെ ആണ് അഭിനയിച്ചത് അല്ലേ? അതൊന്നും ഇതിനകത്തൊരു വിഷയമല്ല. ചെറിയ പ്രായമുള്ള നടിമാരോടൊപ്പം അഭിനയിക്കുന്നത് സ്വന്തം പ്രായത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ത്വരയാണ്. സ്വന്തം പ്രായം ആ പ്രായത്തിലേക്ക് ഫിറ്റിൻ ചെയ്യാൻ വേണ്ടി സജ്ജനായി വരിക എന്നെന്താ നിങ്ങൾ കാണാത്ത? എല്ലാം എന്താ ഒരു മലയാളി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കാണുന്നത്? എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണൂ. മമ്മൂട്ടി അതിന് പണിയെടുക്കുന്നുണ്ട്. രാവിലെ 2 മണിക്കൂർ, അത് കഴിഞ്ഞുള്ള ഷൂട്ടിംഗ് മതി എനിക്ക്, അങ്ങനെയുള്ള സിനിമ മതി എനിക്ക് നിശ്ചയിക്കുന്നുണ്ട്. ശരീരവും മുഖവും ഒക്കെ നല്ല വൃത്തിയായിട്ട് 18 അല്ല, ഇപ്പം 12 വയസ്സുള്ള കുട്ടി 6 വർഷം കഴിഞ്ഞ് അഭിനയിക്കുമെങ്കിൽ അതിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. മമ്മൂട്ടിയുടെ യഥാർത്ഥ പ്രായം എല്ലാവർക്കും അറിയില്ലേ? കണ്ടാ തോന്നുമോ? ഇല്ല. ഞാൻ പറഞ്ഞത് പറഞ്ഞു, ഞാൻ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമല്ല. ഞാൻ പറയുന്ന അതൊന്നും ആയിരിക്കരുത് നമ്മുടെ ഒരു ടാർഗറ്റ്. ലെറ്റ് ദം ഡു ഇറ്റ് ഇഫ് ദേ ക്യാൻ. താങ്കളും മമ്മൂട്ടിയായിട്ടുള്ള വ്യക്തിബന്ധം എങ്ങനെയാണ്? നല്ല ബന്ധമല്ലേ? വി ആർ കീപ്പിംഗ് ഇറ്റ് വെരി ക്ലീൻ ബൈ ഡിസ്റ്റൻസിങ്. ദാറ്റ്സ് ഓൾ. സോറി. എന്തുകൊണ്ടാണ് നോ മോർ അബൌട്ട് ഇറ്റ് പ്ലീസ്. പഴശ്ശിരാജ എന്നുള്ള സിനിമയിൽ താങ്കൾ അഭിനയിച്ചില്ല. പ്ലീസ്. മോഹൻലാലുമായി താങ്കളുടെ ബന്ധം എങ്ങനെയാണ്? അങ്ങനെ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്ന കരിയറിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലാലിൻ്റെ കൂടാണ് ഐ കുഡ് മേക്ക് എ മാർക്ക് ഇൻ ഫിലിംസ്. ഒരു സമ്പാദന മാർഗമായിട്ട് ഈ രംഗത്തെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചത് ലാലിൻ്റെ ചിത്രങ്ങൾ. ഇപ്പം 20ാം നൂറ്റാണ്ട്, രാജാവിൻ്റെ മകൻ, ഭൂമിയിലെ രാജാക്കന്മാർ, ജനുവരി ഒരു ഓർമ്മ, അങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെയാണ് ഒരു നടനായിട്ട് സിനിമയിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട്. ഞങ്ങൾ തങ്ങൾ കണ്ടില്ലെങ്കിലും ഉണ്ട്. അത് ലാലു തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖത്തിൽ. ഞങ്ങളിടയ്ക്ക് കണ്ടിരുന്നില്ല, 2-3 വർഷം കണ്ടിട്ടില്ല. എങ്കിലും സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ഉള്ള എൻ്റെ ഒരു ഇഷ്ടം, സ്നേഹം അതവിടെ ഉണ്ടായിരുന്നു. അതിപ്പോഴുമുണ്ട്. ഈ താങ്കളുടെ ജീവിതത്തിൽ പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവാദങ്ങൾ താങ്കളുടെ കുടുംബ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ വന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ്. രാവിലെ എന്നെ കാലത്ത് ഉറക്കമുണർത്തിയത് എൻ്റെ ഭാര്യയാണ്, ഒരു മഗ് ചായയുമായിട്ട്. ഇത് ഇത്രയും കാലം അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മരണം വരെയും അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രാർത്ഥനയും അതിനു വേണ്ടിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് രാത്രി കിടന്നുറങ്ങുന്നത്.
ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയണം? വിവാഹത്തിന് ശേഷമുള്ള പ്രണയത്തെക്കുറിച്ച് എന്താണ് താങ്കളുടെ സങ്കല്പം? എൻ്റെ പ്രണയം സങ്കല്പം എന്ന് പറയുന്നത് പിണങ്ങണം. പിണങ്ങിയില്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഒരു 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 എന്താ ഒരു ആഴം, കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ പോവില്ല. പിണങ്ങണം ഇടയ്ക്കിടയ്ക്ക്. നല്ല ഉടക്കം, 2 ദിവസം കാണാതിരിക്കുകയും വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാതെ, വിളമ്പി വെച്ച ഊണ് കഴിക്കാതെ ഒന്ന് എഴുന്നേറ്റ് പോയി തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞ് ആ ഊണ് കഴിക്കുമ്പം അന്ന് വരെ ഉണ്ടിട്ടില്ലാത്ത ഒരു ഊണിൻ്റെ രുചിയാണ് ആ ഊണിന് എന്ന് പറയുന്നതന്നെയാണ്. ഇത് ജീവിതത്തിൽ സഹജമാണ്. അത് ദൈവം തന്നെ ഉണ്ടാക്കി വെച്ച ഒരു വളരെ നോബിളായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിവാഹത്തിന് ശേഷം ഭാര്യയോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? എനിക്ക് സംഗീതജ്ഞരോടെല്ലാം പ്രണയം തോന്നിയിട്ടുണ്ട്. ആണായാലും പെണ്ണായാലും. നല്ല പാടുന്നവരോട് എനിക്ക് അമിതമായ പ്രണയമാണ്. എൻ്റെ ഭാര്യയും ഒരു പാട്ടുകാരിയാണ്. ആ പ്രണയം എൻ്റെ ഭാര്യയോടുമുണ്ട്. അത്തരത്തിലുള്ള പ്രണയം ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അകൽച്ച വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു അളവ് വരെ. കാരണം എൻ്റെ ഇംഗിതത്തിനനുസരിച്ച് രാധിക ഒരു സിംഗർ എന്ന നിലയ്ക്ക് എക്സ്പോസ്ഡ് ആവാനുള്ള ഹൃദയം ഇപ്പം ചുമക്കുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വൈരാഗ്യമുള്ള, ഞാൻ പറഞ്ഞില്ലേ, പ്രതികാരം. ആ വഴിക്ക് രാധികയും ആ ലിസ്റ്റിൽ പെടും. മക്കളെ കുറിച്ചുള്ള താങ്കളുടെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അവരെന്തായിത്തീരണം? എനിക്കൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടതാണ്, ലക്ഷ്മി. അന്ന് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ രാധികയെ ആദ്യം പെണ്ണ് കാണുന്ന ദിവസം ഞാൻ ഒരു മുറിയിൽ പോയിരുന്ന് സംസാരിക്കാനുള്ള അവസരം തന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പം 2nd ഇയർ ഡിഗ്രിയാണ് രാധിക പഠിക്കണം, പഠിത്തത്തിൽ അങ്ങേ അറ്റം എത്തണം, മ്യൂസിക് എന്ന് പറയുന്നതിലും അങ്ങേ അറ്റം എത്തണം. ഇതെല്ലാം എൻ്റെ ആഗ്രഹമാണെങ്കിലും ഞാൻ കല്യാണം കഴിക്കുന്നത് തന്നെ എനിക്കൊരു ഭാര്യ, ഒരു സഖി വേണമെന്ന ആവശ്യത്തിനേക്കാൾ ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനാവണമെന്നുള്ള ഒരാഗ്രഹമാണ് എന്നെ ഇപ്പോൾ വിവാഹത്തിലേക്ക് എടുത്ത് ചാടിക്കുന്നത്. ഉടനെ ഒരു കുഞ്ഞ് വേണം. അതിന് ഈ പഠിത്തം, സംഗീതം ഒന്നും തടസ്സമാവരുത്. തടസ്സമാവുന്നുണ്ടെങ്കിൽ ഇപ്പം പറയണം. താങ്കൾക്ക് പാട്ട് വളരെയധികം ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. ഭ്രമം. എങ്ങനെയാണ് അത്തരത്തിലൊരു ഭ്രമം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചപ്പോൾ ഒരു പേരാണ് പറയുന്നത്, ഇളയരാജ. സംഗീത സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്? അയ്യോ, ഒരിക്കലുമില്ല. ഞാൻ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ബേസിക്സ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ദണ്ഡപരീക്ഷയൊക്കെ നോക്കണം, കാരണം കുറച്ച് സംഗതികൾ തൊണ്ട വഴങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്യണമെന്നുണ്ട്. അതിനപ്പുറം ഒന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ത് നോ എന്ന് പറഞ്ഞാലും അത് പിന്നെ യെസ് ആയിട്ട് വരുന്നുണ്ട്. അതൊരു ഈശ്വരൻ്റെ നിയോഗം പോലെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയാൽ ചിലപ്പോൾ സംഭവിക്കും. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. താങ്കളൊരു ഗായകൻ കൂടിയാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം. പ്രണതോസ്മി പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനം അനുചേതസ്മര ഹരിപാദം പ്രേമാശ്രുവാൽ പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യം വ്രതഭരിതതത്വം മമ ഹൃദയം ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം. ജന്മാന്ധകാരത്തിലരുണോദയം തവ രൂപമടിയന്റെ ദീപാങ്കുരം തിരുമയിലഴകാർന്ന ഹരിചന്ദനം മമ മാറിലണിയാൻ ഗതിയാകണം കൃഷ്ണം കൃഷ്ണം ഗോപീലോലം
ഗോപീവിലോലം മനസാ സ്മരാമി. ഗരി സരിനി സഗരിനി സനിത മാമ ഗമനിതമ ഗമപ മഗരി സഗമനീനി മഗമനീനി സഗരി ഗമനീനി നി സനിതമപ സഗരി ഗമനി നി സഗ ഗരി നി സഗരി സനിധ മനി സ നിധ മഗ മഗരി സഗരി ഗമനി മാ നിധ മഗരി മനി മനി നി സരി സത്യം വ്രതപരിത തത്വം മമ ഹൃദയം ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേത സ്മര ഹരിപാദം. പ്രേമാശ്രുവാൽ പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യം വ്രതഭരിത തത്വം മമ ഹൃദയം ഭക്തി